Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ LDF BJP അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. നിലമ്പൂർ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെ മുരളീധരന്റെ പ്രസംഗം. നിലവിലെ NDA സ്ഥാനാർത്ഥി തന്നെ ഈ കൂട്ടുകെട്ടിന്റെ ഫലമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. രാവിലെ സ്ഥാനാർത്ഥിയാക്കി, ഉച്ചയ്ക്ക് BJP അംഗത്വം നൽകി, വൈകുന്നേരം നോമിനേഷനും നൽകി. UDFന് വോട്ട് സ്വാധീനമുള്ള മേഖലകളിലാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണം. ഇത് LDFനെ സഹായിക്കാനാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. LDFും UDFും സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെന്നും NDA പ്രചരിപ്പിക്കുന്നതായി മുരളീധരൻ ആരോപിച്ചു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം സജീവമാണ്. ആരുമായി കൂട്ടുചേർന്നാലും UDFനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നിലമ്പൂരിൽ UDF ഒറ്റക്കെട്ടാണ്. മികച്ച വിജയമുണ്ടാകും. ജമാഅത്ത് ഇസ്ലാമി അല്ല വെൽഫെയർ പാർട്ടി. 2019 വരെ LDFനെയാണ് വെൽഫെയർ പാർട്ടി പിന്തുണച്ചത്. വെൽഫെയർ പാർട്ടി ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മൂലം പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടിൽ വിള്ളലുണ്ടാകില്ലെന്നും മുരളീധരൻ പറഞ്ഞു. മതരാഷ്ട്ര പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന അഭിപ്രായമില്ല. PDPയും അബ്ദുൽ നാസർ പാർട്ടിയും മുൻ നിലപാടുകൾ മാറ്റിയിട്ടുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഞാൻ 2019 വരെയുള്ള ഇവരുടെ സ്റ്റാൻഡ് ആന്റി UDF, ആന്റി കോൺഗ്രസ് ആയി. 19 ശേഷം അവര് നിലപാട് മാറ്റി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി കേരളത്തിൽ UDFനെ സഹായിച്ചു. PDPക്ക് പരിവർത്തനമൊന്നും അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. പക്ഷെ മദനി ആ സ്റ്റാൻഡ് മാറ്റി. ആ സ്റ്റാൻഡ് അദ്ദേഹം മാറ്റി പറഞ്ഞു, ഞങ്ങൾ ഏതായാലും ഒറ്റ കാര്യം PDPയുടെ കാര്യത്തിൽ നോക്കിയിട്ടുള്ളൂ. മദനിക്ക് നീതി നിഷേധിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് അകാരണമായി ജയിലിലിട്ടപ്പോൾ അത് തെറ്റാൻ ഞങ്ങൾ പറഞ്ഞു. ബാക്കി PDP അവരുടെ ഇഷ്ടംപോലെ തീരുമാനം എടുത്തോണ്ട് അതിന് ഞങ്ങൾക്ക് അതിൽ പ്രയാസമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അവരൊക്കെ വർഗീയവാദികളും ഇവരെ പിന്തുണയ്ക്കുമ്പോൾ മതേതരവാദികളാവും. അതിനോട് ഞങ്ങൾക്ക് യോജിക്കും. ഒരു വിള്ളലും ഉണ്ടാക്കില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചാലല്ലോ, അവരിങ്ങോട്ട് വരുന്നതല്ല. പരമ്പരാഗതമായിട്ടുള്ള വോട്ടിലൊന്നും ഒരു വിള്ളലും ഉണ്ടാവില്ല. ആ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് UDFന് തന്നെ ലഭിക്കും. PDP രജിസ്റ്റേർഡ് പാർട്ടിയാണ്. അവരിഷ്ടമുള്ള തീരുമാനം എടുത്തോ. ഹിന്ദു മഹാസഭ ഇപ്പോൾ പിണറായിൻ്റെ കൂടെ. എന്തിനാ ഹിന്ദു മഹാസഭ? RSS കൂടിയില്ലേ? പിന്നെന്തിനാ ഹിന്ദു മഹാസഭയുടെ കാര്യം പറയുന്നത്? RSS അവരുടെ കൂടെയല്ലേ. ഒക്കെ ശരി, അതൊക്കെ 2019 മുമ്പുള്ള ചരിത്രം. 2019 ശേഷം അവരുടെ നിലപാട് മാറ്റി. അതിപ്പോൾ എല്ലാവരും നിലപാട് മാറ്റിയിട്ടില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നവർ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ AKG സെന്ററിൽ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ആഗസ്റ്റ് 15 78 കൊല്ലാവുക. AKG സെന്ററിൽ 10 കൊല്ലമായിട്ടേ കൊടി വെക്കാൻ തുടങ്ങിയിട്ട്. അന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ, സ്വാതന്ത്ര്യം തന്നെ അംഗീകരിച്ചിട്ടില്ല. അവർ പിന്നെ അത് അംഗീകരിച്ചു, ഇന്ത്യയുടെ ഭാഗമായി. ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട്. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഓരോരുത്തർ നിലപാട് മാറ്റും. പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ വല്ലതിനെക്കുറിച്ചും പറയാനുണ്ടാവും. ഏതായാലും 2019 ശേഷമുള്ള അവരുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരികയാണ്. ആര് പിന്തുണ നൽകുന്നോ ഞങ്ങൾ സ്വീകരിക്കും. മതരാഷ്ട്രത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാലും മാറ്റാതിരിക്കില്ലല്ലോ. അവർ മാറ്റിയത് അവർ പറയുന്നു, നിങ്ങൾ പിന്നെ മാറ്റില്ല. നിങ്ങൾ പറഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച ഒരു ഭാഗത്ത് നടന്നില്ല. അവരിങ്ങോട്ട് പിന്തുണ നൽകി. അതല്ലാതെ ഒരു ചർച്ചയും അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടന്നിട്ടില്ല. അവരിങ്ങോട്ട് പിന്തുണ തന്നതാണ്. പിന്തുണ തരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കും. PDP പിന്തുണ LDF സ്വീകരിച്ചതിൽ മുരളീധരൻ അഭിപ്രായം പ്രകടിപ്പിച്ചതുമില്ല. PV അൻവർ ഉയർത്തിയ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അൻവറിനെ സ്വീകരിക്കാനും തയ്യാറായിരുന്നു. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് നേരെ നടത്തിയ പരാമർശങ്ങളാണ് അൻവറുമായി ഒരു സഹകരണവും വേണ്ടെന്ന തീരുമാനം എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു.
2026-ൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക. തുടർ കാര്യങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന എംഎൽഎമാരാണ് തീരുമാനിക്കുക എന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.